കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി യൂണിറ്റുകൾ. അപ്പോൾ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് വരുന്നത് ബിറ്റാണ്. അപ്പം 4 ബിറ്റുകൾ ചേരുന്നതാണ് ഒരു നിബിള്. 8 ബിറ്റുകൾ ചേരുന്നത് ഒരു ബൈറ്റാണ്. അതുപോലെ 1024 ബൈറ്റ് ചേർന്നാൽ 1 കിലോ ബൈറ്റാണ്. 1024 കിലോ ബൈറ്റ് ചേർന്നാൽ 1 മെഗാബൈറ്റാണ്. അപ്പോൾ അങ്ങനെ പോയി 1024 സെറ്റാബൈറ്റ് ചേരുന്നത് 1 യൊട്ടാബൈറ്റ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ യൂണിറ്റ്. ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ്. അപ്പം 4 ബിറ്റ് ഒരു നിബിളാണ്. 8 ബിറ്റ് ഒരു ബൈറ്റാണ്. അപ്പം ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത് ഒരു നിബിളാണ്. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ക്ലാസ് മറ്റ് SSC അതുപോലെ RRB എക്സാമുകൾക്കും ഉൾപ്പെടുത്തി അതുപോലെ RRB എക്സാമുകൾക്കും നമുക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും. കാര്യം കമ്പ്യൂട്ടറിൽ നിന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചോദിക്കാനില്ല. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഹിസ്റ്ററി, അതിലെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ എന്തൊക്കെയാണ്, ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് വരുന്നത് ചാൾസ് ബാബേജ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡേറ്റ. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇൻഫർമേഷനായിട്ടാണ്. അപ്പോൾ ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡേറ്റ. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളുമായി നമുക്ക് ലഭിക്കുന്നത് ഇൻഫർമേഷനാണ്. ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയ ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. ഇനി വരുന്നത് കമ്പ്യൂട്ടറിൻ്റെ തലമുറകൾ, അതായത് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനുകൾ ഏതൊക്കെയാണ്. ഇതപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കമ്പ്യൂട്ടർ ജനറേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ ജനറേഷൻ ടോട്ടൽ വരുന്നത് 5 ജനറേഷനുകളാണ്. ഒന്നാം ജനറേഷൻ വരുന്ന കാലഘട്ടം 1949 മുതൽ 1955 വരെയാണ്. രണ്ടാം ജനറേഷൻ വരുന്ന കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1956 മുതൽ 1965 വരെയാണ്. മൂന്നാം ജനറേഷൻ വരുന്ന കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1966 മുതൽ 1975 വരെയാണ്. നാലാം ജനറേഷൻ വരുന്ന കാലഘട്ടം 1975 മുതൽ 1986 വരെയാണ്. അഞ്ചാം ജനറേഷൻ വരുന്ന കാലഘട്ടം 1986 മുതൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുന്ന ഈ കാലഘട്ടമാണ് അഞ്ചാം ജനറേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ തലമുറകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ, അപ്പോൾ ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഒന്നാം ജനറേഷനിൽ വരുന്ന കമ്പ്യൂട്ടർ വാക്യൂം ട്യൂബ് എന്നറിയപ്പെടുന്നു. രണ്ടാം ജനറേഷനിൽ വരുന്ന കമ്പ്യൂട്ടറാണ് ട്രാൻസിസ്റ്റർ. മൂന്നാം ജനറേഷനിൽ വരുന്ന കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. നാലാം ജനറേഷനിൽ വരുന്ന കമ്പ്യൂട്ടർ VLSI മൈക്രോ പ്രോസസ്സറാണ്. അഞ്ചാം ജനറേഷനിൽ വരുന്ന കമ്പ്യൂട്ടർ ULSI മൈക്രോ പ്രോസസ്സറാണ്. അതായത് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ULSI മൈക്രോ പ്രോസസ്സർ. ഇനി 5th ജനറേഷനിൽ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കാലഘട്ടം അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പ്രധാനമായിട്ട് ചോദിക്കുന്ന കമ്പ്യൂട്ടർ കാലഘട്ടത്തിൽ വരുന്ന സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഒന്നാം ജനറേഷനിൽ വരുന്നത് വാക്യൂം ട്യൂബാണ്. രണ്ടിൽ വരുന്നത് ട്രാൻസിസ്റ്ററാണ്. മൂന്നാം ജനറേഷനിൽ വരുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. ഇനി നാലിൽ വരുന്നത് VLSI മൈക്രോ പ്രോസസ്സറാണ്. അഞ്ചിൽ വരുന്നത് ULSI മൈക്രോ പ്രോസസ്സറാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഓപ്ഷനിലുണ്ടെങ്കിൽ അതും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് വരുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തന യൂണിറ്റുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കമ്പ്യൂട്ടറിൻ്റെ പ്രധാനമായിട്ട് 3 പ്രവർത്തന യൂണിറ്റുകളാണുള്ളത്. അത് വരുന്നത് ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റാണ്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വിവരങ്ങൾ നൽകുന്ന യൂണിറ്റാണ് ഇൻപുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം കീബോർഡാണ്. ഇനി വരുന്നത് കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്ന യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റാണ്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റും കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്ന യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റുമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഒന്ന് റീഫ്രഷ് ചെയ്ത് പോകുന്നതാണ്. ഇനി പെട്ടെന്ന് ഡയറക്റ്റ് ഒരു ചോദ്യം വന്നാലും തെറ്റിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബേസിക്കോട്ട് എടുത്തു പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം മോണിറ്ററാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം കീബോർഡാണ്. ഇനി വരുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ധർമ്മങ്ങളാണ്. അത് ഇൻപുട്ട്, പ്രോസസ്സിംഗ്, സ്റ്റോറിംഗ്, കൺട്രോളിംഗ്, ഔട്ട്പുട്ട്.
ഇനി ഇൻപുട്ട് ഡിവൈസസ് ഇൻപുട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയെ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നു. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്നാണ്. അതായത് ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ബൈനറി വിവരങ്ങളായി മാറ്റുന്ന ഉപകരണമാണ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്ററിൻ്റെ ഘടനയുള്ള ഉപകരണം കീബോർഡാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് ഏതാണെന്നൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. താഴെ പറയുന്നവ ഏതാണ് ഇൻപുട്ട് ഡിവൈസസ്, ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ്, അങ്ങനെയുള്ള ചോദ്യം വരും. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങൾ വായിച്ചു പോയാലും മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലും മതി. ഇല്ലേ പഴയ ഓർമ്മയിൽ പോയാൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. ഇനി ഇതിന് മുന്നേ PSC ചോദിച്ചിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം 12. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാർ കീ ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലെ ഇടത്തെ അറ്റത്ത് മുകളിലായി കാണപ്പെടുന്ന കീ എസ്കേപ്പ് കീ ആണ്. അടുത്തതൊരു QWERTY കീബോർഡിൽ എത്ര കീകളുണ്ട് ടോട്ടൽ? അപ്പോൾ അത് വരുന്നത് 100 തൊട്ട് 104 വരെയാണ്. ഇനി വരുന്നത് മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണം. നമുക്കെല്ലാവർക്കും അറിയാം മൗസ് ആണെന്നുള്ളത്. ഇനി മൗസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി സിറോക്സ് സ്പാർക്ക് ആണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഉപകരണമാണ് മൗസ്. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. കമ്പ്യൂട്ടറിൻ്റെ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് മിക്കിയാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ടാണ് പറയുന്നത്. പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നു. ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നാണ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്നാണ്. പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങൾ വരുന്നത് വീഡിയോ, പ്രിൻ്റർ, സ്പീക്കർ, പ്ലോട്ടർ, വീഡിയോ കാർഡ്. അപ്പോൾ നേരത്തെ ഇൻപുട്ട് ഡിവൈസസ് പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്കറിയാം ഏതാണെന്ന്. പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ എല്ലാം നമുക്ക് കമ്പ്യൂട്ടർ വിവരങ്ങൾ തരുന്നത് ഏതൊക്കെയാണോ അതിനെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് മോണിറ്റർ. അപ്പോൾ മോണിറ്ററിൻ്റെ മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നത് മോണോക്രോം മോണിറ്ററാണ്. മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോണിറ്ററിലെ പിക്സലുകളുടെ എണ്ണത്തെ. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണെന്നുള്ളത്. അത് വരുന്നത് പ്രിൻ്ററാണ്. പ്രിൻ്റ് ചെയ്യുന്ന പ്രവർത്തന രീതി അനുസരിച്ച് പ്രിൻ്ററുകളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇമ്പാക്റ്റ് പ്രിൻ്റർ, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഇനി വരുന്നത് ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ ഏതൊക്കെയാണ്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ ഏതൊക്കെയാണ്.